ഭാര്യയും ഭർത്താവും കൂടെ ഒരു ചെറിയ സവാരിക്ക് ഇറങ്ങി. റോഡിൽ വെളിച്ചക്കുറവുണ്ട്, നീ സൂക്ഷിച്ചോടിക്കണേ, അയാൾ ഭാര്യയോട് പറഞ്ഞു. സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് പ്രകാശം കുറവാണ്. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ ആരോ വഴിയിൽ കിടക്കുന്നത് കണ്ടു. ഇനി അഭിനയം വല്ലതുമാണോ അടുത്തു ചെല്ലുമ്പോൾ ആക്രമിക്കാൻ? കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി, അവർ തമ്മിൽ പറഞ്ഞു. ഏതായാലും നീ വണ്ടി നിർത്ത്, ഞാനൊന്ന് നോക്കാം. വാഹനം നിർത്തി ചെല്ലുമ്പോൾ പരിചിതമായ മുഖം. അയ്യോ, ഇത് പണ്ട് നമുക്ക് പത്രം ഇട്ടോണ്ടിരുന്ന ചേട്ടനല്ലേ? എന്തിനാ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നേ? പ്രായമായില്ലേ? പോരാത്തതിന് വഴിവെളിച്ചവും ഉള്ള സ്ഥലവുമല്ലല്ലോ, അവർ പറഞ്ഞു. സങ്കടത്തോടെ അയാൾ പറഞ്ഞു, ഇറങ്ങി നടന്നതല്ല മക്കളെ, ഇറക്കി വിട്ടതാ. എൻ്റെ മകനും മകളും കൂടി എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതാ. അവരെന്നെ തല്ലുകയും ചെയ്തു മക്കളെ, അയാൾ വിതുമ്പിക്കരഞ്ഞു. അവർ ആ വൃദ്ധനെ സമീപത്തെ ഒരു വയോജന മന്ദിരത്തിൽ കൊണ്ടാക്കി. അല്പനേരം കൂട്ടിരുന്നതിന് ശേഷം അവർ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ചുവരിൽ കണ്ട ഒരു വാചകം അല്പം നൊമ്പരം ഉളവാക്കുന്നതായിരുന്നു. നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. നൊന്തുപെറ്റ അമ്മയും നോവുകൾ ഒറ്റയ്ക്ക് ചുമലിൽ ചുമന്ന അച്ഛനും അനാഥ മന്ദിരത്തിൻ്റെ ഓരോ കട്ടിലിലും അഭയം പ്രാപിച്ചിരിക്കുന്നു. ഇമകൾ വെട്ടാതെ ജനാലയഴിയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മക്കളെ തന്നെ ആയിരിക്കും, മടക്കി വിളിക്കുവാൻ വരുന്നതും കാത്ത്. അവരുടെ കണ്ണുകളിൽ കണ്ണുനീരിൻ്റെ നനവുണ്ടായിരുന്നു. മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കാതെയുള്ള നമ്മുടെ ഒരു നോമ്പും അർത്ഥമുള്ളതാകില്ല.